ഓം സുഷുമ്ന. എൻ്റെ പ്രിയപ്പെട്ട സുഷുമ്ന ക്രിയായോഗികളെ, നവരാത്രിയുടെ 8ാം ദിവസം ദിവ്യജനനിയെ മഹാഗൗരിയായി ആരാധിക്കുന്നു. ദേവി ഏറ്റവും ശുദ്ധമായ ചന്ദ്രപ്രകാശം പോലെ പ്രകാശിക്കുന്നു. ദേവിയുടെ പേര് തന്നെ പരിശുദ്ധി, ശാന്തത, ദിവ്യസൗന്ദര്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. മഹാഗൗരിയെ പലപ്പോഴും യുവത്വമുള്ളവളായി ചിത്രീകരിക്കാറുണ്ട്. ഏകദേശം 16 വയസ്സ്. നമ്മുടെ നിത്യഗുരുവായ ശ്രീ മഹാവതാർ ബാബാജിയെപ്പോലെ. ഈ നിത്യയൗവനം ഭൗതിക ശരീരത്തിൻ്റേതല്ല, മറിച്ച് പ്രപഞ്ചാത്മാവിൻ്റേതാണ്. ഈ വിശുദ്ധിയുടെ രൂപത്തിൽ ദേവി അസുരന്മാരെ നശിപ്പിച്ച് ലോകത്തിന് സമാധാനവും സമൃദ്ധിയും പുനഃസ്ഥാപിച്ചു. ദേവി സാർവത്രിക സ്നേഹം പ്രകടിപ്പിക്കുകയും സൃഷ്ടിയുടെ ക്ഷേമത്തിനായി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്നു. മഹാഗൗരിയെ പൂർണ്ണത നേടിയ യോഗികളുടെ ജ്യോതിഷ രൂപവുമായി താരതമ്യപ്പെടുത്താം. തീവ്രമായ സാധനയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട ഗുരുക്കന്മാർ ഭൗതിക ശരീരത്തിൻ്റെ പരിമിതിയെ മറികടന്ന് പ്രകാശമാനവും കാലാതീതവും ദിവ്യപ്രകാശം നിറഞ്ഞതുമായ രൂപങ്ങൾ നിലനിർത്തുന്നു. ഈ ശരീരങ്ങൾ ദ്രവ്യത്തിൽ നിന്നല്ല, മറിച്ച് ശുദ്ധമായ പ്രപഞ്ചശക്തിയിൽ നിന്നാണ് ജനിക്കുന്നത്. അവ താരതമ്യപ്പെടുത്താനാവാത്ത പൂർണ്ണതയും സൗന്ദര്യവും ഉൾക്കൊള്ളുന്നു. ദേവി മഹാഗൗരി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധി ശക്തിയാണെന്നാണ്. സഹസ്രാരത്തിനപ്പുറമുള്ള സൂക്ഷ്മവും ഉന്നതവുമായ കേന്ദ്രമായ ചക്രവുമായും ദേവി മഹാഗൗരി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പവിത്രമായ സ്ഥലം മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പോലും എളുപ്പമല്ല. മനസ്സിൻ്റെ ഭൗതിക പരിമിതികളുടെ അതിരുകൾ മറികടക്കുന്ന ഏറ്റവും ഉയർന്ന ഇടങ്ങളിലൊന്നാണിത്. യോഗ സിദ്ധ പാരമ്പര്യങ്ങളിൽ ഇത് ആത്മനക്ഷത്രം അല്ലെങ്കിൽ ആത്മകേന്ദ്രം എന്നറിയപ്പെടുന്നു. കിരീടത്തിനു മുകളിൽ ഒരു ദിവ്യനക്ഷത്രം പോലെ തിളങ്ങുന്ന ശുദ്ധമായ ബോധത്തിൻ്റെ തിളക്കമുള്ള ബിന്ദുവാണിത്. വാക്കുകൾക്ക് പൂർണ്ണമായി മനസ്സിലാകാൻ കഴിയാത്ത മണ്ഡലമാണിത്. ഇത് ഭൗതിക അർത്ഥത്തിൽ ഒരു ചക്രമല്ല, മറിച്ച് യോഗികൾ ശരീരമോ മനസ്സോ ആയി സ്വയം അനുഭവിക്കാതെ അനന്തവും ശാശ്വതവുമായ ആത്മാവായി അനുഭവപ്പെടുന്ന ഒരു പ്രപഞ്ച കവാടമാണ്. ദേവിയുടെ കൃപ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ. ഭക്തിയോടെയും തുറന്ന മനസ്സോടെയും കീഴടങ്ങലോടെയും ഇരിക്കുക. ദൈവിക അമ്മയുടെ പരിശുദ്ധി നിങ്ങളിലൂടെ പ്രകാശിക്കാൻ അനുവദിക്കുക. സ്നേഹവും ശാന്തതയും കാലാതീതമായ കൃപയും ഉണർത്തുക.